അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു എഗ് പഫ്സ് തയ്യാറാക്കാം കേട്ടോ. ബേക്കറി സ്റ്റൈലിലുള്ള എഗ് പഫ്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ. പിന്നെ കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 ടീസ്പൂണോളം തണുത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിന് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നോർമൽ വാട്ടറാണ് കേട്ടോ, പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നും കൂടെ സോഫ്റ്റ് ആവണ വരെ നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. മാവ് എത്രത്തോളം സോഫ്റ്റ് ആവുന്ന അത്രത്തോളം നമ്മളുടെ ഡോ ശരിയായിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ടിത് ഒരു 10-15 മിനിറ്റ് മൂടി വയ്ക്കണം. ഇത് നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് എണ്ണ കൂടെ മുകളിൽ പരത്തി കൊടുത്ത് നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 15 മിനിറ്റാണ് ഞാൻ മൂടി വെച്ചിട്ടുള്ളത്. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുമായിട്ടുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയാണ് കേട്ടോ. അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായിട്ട് സവാള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് ഈ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെയാണ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്ത് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ടുള്ള നമ്മളുടെ മാവെടുത്ത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കി. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇത് ടേബിൾ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ നമ്മുടെ മാവ് അവിടെ വെച്ച് പരത്തി കൊടുക്കണം. നന്നായി കൈകൊണ്ട് ആദ്യം ഒന്ന് നന്നായി പരത്തിയെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണ്ട കേട്ടോ. ഇതേ ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇതേപോലെ കൈകൊണ്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റോളർ കൊണ്ട് നമുക്കിതൊന്ന് ഫ്രണ്ടിലോട്ടും പിന്നെ അതേപോലെ തന്നെ ബാക്കിലോട്ടും ആക്കി കൊടുക്കാം. എന്നിട്ട് സൈഡിലേക്കും ആക്കി കൊടുക്കാം. ഇതേപോലെ പരത്തി എടുത്ത് എന്നിട്ട് കൈകൊണ്ട് ഒന്ന് ഈ അരിക്ക് വശമൊക്കെ ഒന്ന് കനം കൂടിയ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഓരോ സൈഡിലേക്കും നെയ്യ് തടവി കൊടുക്കുക കേട്ടോ.
എല്ലാ സൈഡിലും അരിക്ക് സൈഡിലൊക്കെ നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. കാരണം നമുക്കിത് മടക്കുമ്പോൾ അത് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ എല്ലായിടത്തും നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നടുവിലേക്ക്, ഈ സൈഡിൽ നിന്ന് നടുവിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് നടുവിലേക്ക് ആക്കി കൊടുക്കാം. നെയ്യ് നമ്മളുടെ കൈമേലുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ മുകളിൽ നിന്ന് നടുവിലേക്ക് ആക്കി കൊടുക്കാം. അതേപോലെ താഴെ ഭാഗവും ആക്കി കൊടുക്കാം കേട്ടോ. നെയ്യ് തടവുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. കൈവച്ച് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനും വലിയ ഡോ വേണമെങ്കിൽ അതേപോലെ തയ്യാറാക്കാം കേട്ടോ. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഒരു 6 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. കറക്റ്റ് 6 എണ്ണമാണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്കൊരു ഫോയിൽ എടുത്ത് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം, പൊടിയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് മടക്കി ഒരു 15 മിനിറ്റ്, കറക്റ്റ് 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മാവൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ മടക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അത് കഴിഞ്ഞ് ടേബിൾ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി നേരത്തെ അതേപോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് ടൈം എടുത്ത് ചെയ്യണം കേട്ടോ. കറക്റ്റ് 15 മിനിറ്റോളം വെക്കണം. നമുക്ക് ഈ പഫ്സിലൊക്കെ ഈ ലെയറായിട്ട് കാണാറില്ലേ, അതേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഫ്രണ്ടിലോട്ടും അതേപോലെ തന്നെ താഴോട്ടും കൂടി റോളർ കൊണ്ട് എടുത്തിരിക്കാം. ഇതേപോലെ പരത്തി എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് പരത്തിയതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് എല്ലാ സൈഡിലും തേച്ച് കൊടുക്കാം. ഞാനിവിടെ എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചേർക്കും തോറും ഇതിൽ ടേസ്റ്റ് കൂടുതൽ തന്നെയുള്ളൂ. നല്ല ക്രിസ്പിനെസ്സും ഉണ്ടായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല ക്രിസ്പിനെസ് ആയിട്ടിരിക്കില്ലേ, അതേപോലെ ആവുകയും ചെയ്യും കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മിഡിലിലേക്ക് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും മിഡിലേക്ക് ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു പഫ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയത് വേണമെങ്കിൽ അതിനനുസരിച്ച് മടക്കുമ്പോൾ ശ്രദ്ധിച്ച് ആക്കിയാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് എടുത്തു, അതേപോലെ തന്നെ അടിയിൽ നിന്ന് എടുത്ത് നന്നായിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കേണ്ടത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ പരത്തിയെടുക്കണം. ഇതേ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ പരത്തിയെടുക്കാം കേട്ടോ. റോളർ വെച്ചിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പ് ആക്കി തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിത് വളരെ സ്ലോ ആക്കിയിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് എങ്ങനെയാണിത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം.
കാരണം കട്ടിയുള്ള ഭാഗമൊക്കെ ഇപ്പോൾ ഒരേപോലെ ആയിരിക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പരത്തിയാലും ഒന്നും കൂടെ ചുരുങ്ങി വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ കൈകൊണ്ട് വെച്ച് ആക്കിയെടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അരികവശമൊക്കെ കട്ട് ചെയ്തെടുക്കാം, എന്നാലാണ് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് പഫ്സിൻ്റെ ആ ഒരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അരികവശമൊക്കെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് ആ ലെയറിൻ്റെ ഭാഗം കറക്റ്റായിട്ടൊരു ഷേപ്പിൽ കിട്ടുള്ളൂ. നമുക്ക് ഇതേപോലെ ഞാൻ എന്നിട്ട് ഈ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളൂ, 2 എണ്ണം ഞാൻ എടുത്തിട്ടില്ല. ഇതിലേക്ക് മസാല വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട ഇതിലേക്ക് പകുതി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് സൈഡിൽ നിന്ന് കോഴിമുട്ട മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും വെക്കാം. അതുപോലെ എല്ലാ സൈഡും ആക്കിയെടുക്കാം. ആ പഫ്സിൻ്റെ ഒരു ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ പഫ്സാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് ഇതേപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ വളരെ സ്ലോയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പിന്നെ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ട്രേ എടുത്ത് അതിലേക്ക് ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ 4 ഇതും കൂടിയിട്ട് എന്നിട്ട് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോഴിമുട്ട സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഫ്സിൻ്റെ ലെയർ കണ്ടോ, ഇത്ര കട്ടിയിലിരിക്കുന്നുള്ളത് ഓരോ ലെയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാത്തിലും ഞാൻ കോഴിമുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അടിയിലും മുകളിലും ചൂട് തരത്തിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബേക്കറിയിൽ കിട്ടുന്ന പോലത്തെ എഗ് പഫ്സ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്യണം കേട്ടോ.